ഹലോ ഓൾ, എല്ലാവർക്കും ഐപ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കേറ്റഡ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ എക്സാം അല്ലേ, അപ്പം ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഹൈ ലെവലും അല്ലായിരുന്നു, എന്നാൽ ഒരുപാട് ലോ ലെവലും അല്ലായിരുന്നു. ഒരു എബോവ് ആവറേജ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പൊ ഇനി വരും എക്സാമുകളിൽ ഈ സെയിം ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഈ സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദിച്ചതെന്നുള്ളതും ഒന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് BT cotton ഈസ് റെസിസ്റ്റന്റ് ടു. നമുക്ക് BT cotton കുറിച്ച് അറിയാലേ. അപ്പൊ BT cotton എന്തിന് റെസിസ്റ്റന്റ് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്പ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം, ബാക്ടീരിയ, ഫംജൈ, ഇൻസെക്ട്, നിമറ്റോഡ്സ് ഇവയിൽ എന്തിനാണ് നമ്മുടെ BT cottons റെസിസ്റ്റന്റ് ആയിട്ടുള്ളത് എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം, BT cotton എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അല്ലെ. ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് BT cotton. ആ BT cotton എങ്ങനെയാ ജനറ്റിക്കലി മോഡിഫൈ ചെയ്തത്? ഇറ്റ് കണ്ടെയ്ൻ എ സ്പെഷ്യൽ ജീൻ അല്ലെ. അതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ജീനിനെ കൂടെ കൊടുത്തു. ഏത് ജീനാണ്? ബാക്ടീരിയം, ബാസിലസ് തുറിജിനസിന്റെ ഒരു ജീനും കൂടി ഇതിന് കൊടുത്തു. ഇറ്റ് കണ്ടെയ്ൻ എ സ്പെഷ്യൽ ജീൻ ഫ്രം സോയിൽ ബാക്ടീരിയം കോൾഡ് ബാസിലസ് തുറിജിനസിസ്. അതിന്റെയാണ് ഈ കിടക്കുന്ന BT എന്ന് പറയുന്ന ടേം. സോ BT cotton എന്ന് പറയുന്നത് ജനറ്റിക്കലി മോഡിഫൈ ചെയ്തൊരു പ്ലാന്റ് ആണ്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒരു പുതിയ ജീനിനെ കൂടി ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. ഏത് ജീനിനെ? സോയിൽ ബാക്ടീരിയ ആയിട്ടുള്ള ബാസിലസ് തുറിജിനസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ജീനിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. ഈ ജീൻ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയാവോ? ടോക്സിക് പ്രോട്ടീനുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ ജീന് ടോക്സിക് പ്രോട്ടീനുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം ഇൻസെക്റ്റുകള് ഇൻസെക്ട് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് കോട്ടൺസിനെ അറ്റാക്ക് ചെയ്യുന്ന ഇൻസെക്ട് ആണ് ബോൾവേം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇൻസെക്ട് വന്നിട്ട് കോട്ടൺ പ്ലാന്റിനെ എന്ത് ചെയ്യുന്നു? അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ജീൻ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ടോക്സിക് പ്രോട്ടീൻ ഈ പ്ലാന്റിൽ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടോക്സിക് പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു? ഈ ബോൾവേമിന്റെ ഗട്ടിലേക്ക് എൻട്രി ചെയ്യുന്നു. എന്നിട്ട് ഈ ഗട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ടോക്സിൻ ആക്റ്റീവ് ആവുകയും എന്നിട്ട് ഗട്ടിന്റെ ലൈനിങ്ങിൽ ഹോൾസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഹോൾസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഇൻസെക്റ്റിനെ കൊല്ലാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ പ്ലാന്റ് എന്താവുന്നു? ആ ഒരു ബോൾവേം ഇൻസെക്റ്റിന് റെസിസ്റ്റന്റ് ആയിട്ട് മാറുന്നു. അപ്പൊ ഐഡിയ കിട്ടിയോ? BT cotton എന്ന് പറയുന്നത് ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. എന്താ അവിടെ മോഡിഫിക്കേഷൻ നടന്നിട്ടുള്ളത്? ഒരു സ്പെഷ്യലൈസ്ഡ് ജീൻ ആയിട്ടുള്ള ബാസിലസ് തുറിജിനസിന്റെ ജീൻ അല്ലെ, അതെന്ത് ചെയ്തു? നമ്മൾ BT cottonലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഈ ജീനിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനുകളെ, ടോക്സിക് പ്രോട്ടീനുകളെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. അങ്ങനെ ഈ ടോക്സിക് പ്രോട്ടീനുകൾ ഈ ജീൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഒരു ബോൾവേം വന്നിട്ട് ഈ കോട്ടനെ അറ്റാക്ക് ചെയ്യാന്ന് വെച്ചു. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ബോൾവേം വന്നിട്ട് കോട്ടനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബോൾവേമിന്റെ ഉള്ളിലേക്ക്, അതിന്റെ ഗട്ടിലേക്ക് ഈ ഒരു എന്ത് ചെയ്യുന്നു? പ്രോട്ടീൻ എൻട്രി ചെയ്യുകയും അത് എന്ത് ചെയ്യുന്നു? ഗട്ടിന്റെ ഉള്ളില് ചെറിയ ഹോൾസ് ഉണ്ടാക്കുകയും ആ ഒരു ഇൻസെക്റ്റിനെ കില്ല് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നാച്ചുറലി തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സ്പ്രേയോ കാര്യങ്ങളോ യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ എന്ത് ചെയ്യുന്നു? നാച്ചുറലി കില്ലായി പോവുകയാണ് ചെയ്യുന്നത്? ആ ഒരു ഇൻസെക്ട് കില്ലായി പോവുകയാണ് ചെയ്യുന്നത്. സോ BT cotton എന്ന് പറയുന്നത് മെയിൻലി എന്തിന് റെസിസ്റ്റന്റ് ആണ്? ഇൻസെക്റ്റിന് റെസിസ്റ്റന്റ് ആണ്. ക്ലിയർ ആയോ? ഇൻസെക്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ളതാണ് BT cotton എന്ന് പറയുന്നത്. So second question നോക്കാം. The statement birds are glorified reptiles was made by. ഒരു സ്റ്റേറ്റ്മെന്റ് എവല്യൂഷനിൽ നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ബേർഡ്സ് ആർ ദ ഗ്ലോറിഫൈഡ് അല്ലെ, ബേർഡ്സ് ആർ ഗ്ലോറിഫൈഡ് റെപ്റ്റൈൽസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡാർവിൻ, സലീം അലി, ജോൺ ജെയിംസ്, ഹക്സ്ലി. അപ്പൊ ഈ ഓപ്ഷൻസ് ഒക്കെ കുറച്ച് കൺഫ്യൂസിങ് ആണ് അല്ലെ. നമുക്കിത് എവല്യൂഷനിൽ നിന്നാണെന്ന് അറിയാം. അപ്പൊ തന്നെ നമ്മുടെ ഡാർവിൻ അവിടെ കിടപ്പുണ്ട്. പിന്നെ ബേർഡ്സിനെ പറ്റിയാ പറഞ്ഞത്. അപ്പൊ ബേർഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സലീം അലി എവിടെയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് ഓപ്ഷൻസ് തോന്നാം. അപ്പൊ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം.
സോ ടീച്ച് ഹക്സ്ലി ആണ് എന്ത് പറഞ്ഞത്? മെയിൻ ആയിട്ട് ബേർഡ്സ് ആർ ഗ്ലോറിഫൈഡ് റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞത്. ബിക്കോസ് എന്താണ്? ഇഫ് യു സ്ട്രൈപ്പ് അവേ ദ ഫെദേഴ്സ്, നമ്മളൊരു ബേർഡിനെ എടുത്തിട്ട് ആ ബേർഡിന്റെ ഫെദേഴ്സ് ഒന്ന് മാറ്റി നോക്കുകയാണ് എങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? അതിന്റെ ബോഡി ഈസ് എക്സാക്ട് ലൈക്ക് എ റെപ്റ്റൈൽസ്. റെപ്റ്റൈൽസിന്റെ ബോഡി തന്നെയാണ്. റെപ്റ്റൈൽസിൽ കുറച്ച് ഫെദർ വന്നു കഴിഞ്ഞാൽ ബേർഡ്സ് ആയി എന്ന് മനസ്സിലാവും. അത്ര കണ്ടിട്ട് സിമിലാരിറ്റീസ് ഉണ്ട് അല്ലേ? സോ ഹി ബിലീവ്ഡ് ബേർഡ്സ് ആർ എസെൻഷ്യലി റെപ്റ്റൈൽസ് ദാറ്റ് ഇവോൾവ്ഡ് feathers and the ability to fly അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇന്ന് മനസ്സിലായി, റെപ്റ്റൈൽസിൽ നിന്നാണ് ബേർഡ്സ് ഇവോൾവ് ചെയ്തിട്ടുള്ളത്. റെപ്റ്റൈൽസിന് പറക്കുവാനുള്ള കഴിവ് കിട്ടിയപ്പോൾ അത് എന്തായിട്ട് മാറി? ബേർഡ്സ് ആയിട്ട് മാറി എന്നാണ് ഹക്സ്ലി വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഹക്സ്ലി എന്ത് പറയുന്നത്? ബേർഡ്സ് ആർ ഗ്ലോറിഫൈഡ് റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞത്. സോ റെപ്റ്റൈൽസിൽ നിന്നാണ് ആര് ഇവോൾവ് ചെയ്തിട്ടുള്ളത്? ബേർഡ്സ് ഇവോൾവ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഹക്സ്ലി ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് സിമിലാരിറ്റീസ് ഒന്ന് നോക്കാം. Birds have scales on their legs which are genetically very similar to reptilian scale അല്ലെ? അപ്പൊ നിങ്ങൾ ബേർഡ്സിനെ നോക്കുകയാണെങ്കിൽ ബേർഡ്സിന് എന്തുണ്ട്? കാലുകളിൽ സ്കെയിൽ ഉണ്ട്. ഈ സ്കെയിൽസ് റെപ്റ്റൈൽസിന്റെ സ്കെയിൽസുമായിട്ട് എന്താണ്? വളരെയധികം സിമിലർ ആണ്. ബേർഡ്സിന്റെ സ്കെയിലും റെപ്റ്റൈൽസിന്റെ സ്കെയിലും വളരെയധികം എന്താണ്? സിമിലർ ആണ്. ഇനി സ്കെൽട്ടൻ സ്ട്രക്ചർ നോക്കാം. ബോത്ത് ഗ്രൂപ്പ്സ് ഷെയർ സിമിലർ ജോ സ്ട്രക്ചർ. രണ്ട് കൂട്ടർക്കും എന്താണ്? വളരെ സിമിലർ ആയിട്ടുള്ള ജോ സ്ട്രക്ചർ ആണുള്ളത്. ആൻഡ് എ സിംഗിൾ അല്ലേ? അതുപോലെ തന്നെ ഒരു സിംഗിൾ ബോൺ ആണ് ദാറ്റ് കണക്ട് ദ സ്കൾ ടു ദി ഫസ്റ്റ് വെർട്ടിബ്ര. ഇനി എഗ് എന്ന് പറയുന്നത് ബോത്തിലെ ആംനിയോട്ടിക് എഗ് വിത്ത് പ്രൊട്ടക്റ്റീവ് ഷെല്ല്. രണ്ടിനും ഒരു പ്രൊട്ടക്റ്റീവ് ഷെല്ലുള്ള എഗ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ ആയോ? അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഉദ്ദേശം മനസ്സിലായോ? ബേർഡ്സ് ആർ ഗ്ലോറിഫൈഡ് റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞ എന്താ? ബേർഡ്സ് ഇവോൾവ് ചെയ്തിട്ടുള്ളത് റെപ്റ്റൈൽസിൽ നിന്നാണ്. ഒട്ടും അവയ്ക്ക് തമ്മിൽ എന്തില്ല? ഡിഫറൻസുകൾ വളരെ കുറവാണ്. റെപ്റ്റൈൽസിന്റെ ബോഡിയിൽ കുറച്ച് ഫെദേഴ്സ് വന്നിട്ട് അതിന് എബിലിറ്റി, ഫ്ലൈ ചെയ്യാനുള്ള എബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തായി മാറും? ബേർഡ്സ് ആയി മാറുമെന്നാണ് ഹക്സ്ലി പറഞ്ഞത്. സോ ദ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ആരാണ്? ടീച്ച് ഹക്സ്ലി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, ദ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ. ഇതൊക്കെ വളരെ ബേസിക് ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താ ലിംഫോയിഡ് ഓർഗൻ എന്ന് പറഞ്ഞാൽ? സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ദി പ്രൊഡക്ഷൻ, മെച്ചുറേഷൻ ആൻഡ് ആക്ടിവേഷൻ ഓഫ് ലിംഫോസൈറ്റ് ഓർ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെ? അപ്പൊ എന്താ ലിംഫോയിഡ് ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ആണ്. എവിടെയുള്ള? നമ്മുടെ ഇമ്മ്യൂണോ സിസ്റ്റത്തിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള സ്ട്രക്ചറുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലിംഫോയിഡ് ഓർഗൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ലിംഫോയിഡ് ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ദാറ്റ് ആർ പ്രസന്റ് ഇൻ, എവിടെ കാണാൻ പറ്റും നമുക്ക്? ഇമ്മ്യൂണോ സിസ്റ്റത്തിൽ. അതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ. അതെന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു, മെച്ചർ ചെയ്യുന്നു, ആക്ടിവേറ്റ് ചെയ്യുന്നു. ആരെ? വൈറ്റ് സെൽസിന്റെ പ്രൊഡക്ഷനും ആക്ടിവേഷനും മെച്ചുറേഷനും സഹായിക്കുന്ന സ്പെഷ്യലൈസ്ഡ് സെല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലിംഫോയിഡ് ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ഉണ്ട്. അതിൽ വരുന്ന ആൾക്കാരാണ് നമ്മുടെ ബോൺ മാരോയും തൈമസും. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? ലിംഫോസൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലം. ഇനി സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ ഉണ്ട്. ലിംഫ് നോഡ്സ്, സ്പ്ലീന്, മാൾട്ട്. അവിടെയാണ് മെച്ചുറേഷൻ നടക്കുന്നത്. അപ്പൊ പ്രൈമറിയിൽ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നു. സെക്കൻഡറിയിൽ മെച്ചുറേഷനും ഇമ്മ്യൂണിറ്റി റെസ്പോൺസും കൊടുക്കുന്നത് സെക്കൻഡറിയിലാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ലിംഫോയിഡ് ഓർഗൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം, ഇമ്മ്യൂണോ സിസ്റ്റത്തിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് ദാറ്റ് ഹെൽപ്പ് ഇൻ ആക്ടിവേറ്റ് ചെയ്യാനും അതേപോലെ പ്രൊഡക്ഷനും മെച്ചുറേഷനും സഹായിക്കുന്നു. എന്തിന്റെ? വൈറ്റ് ബ്ലഡ് സെൽസിന്റെ മെച്ചുറേഷനും പ്രൊഡക്ഷനും ഒക്കെയാണ് അവ സഹായിക്കുന്നത്. പിന്നെ ഇവയെ നമുക്ക് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എന്നും സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ എന്നും പറഞ്ഞിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ആണ് ബോൺ മാരോയും തൈമസും. സെക്കൻഡറി ആണ് മൂന്നാൾക്കാരുണ്ട്, സ്പ്ലീൻ, ലിംഫ് നോഡ്സ്, മോൾട്ട് എന്ന് പറയാം. സോ പ്രൈമറി നോക്കിയേ, ബോൺ മാരോ, തൈമസ്.
ബോൺ മാരോ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസ് വിച്ച് ഡിഫറൻഷിയേറ്റ് ഇൻടു ലിംഫോസൈറ്റ് ആൻഡ് മെച്ചുവർഡ് ബി സെൽസ്. തൈമസ് ആണെങ്കിലോ ലൊക്കേറ്റഡ് ബിഹൈൻഡ് ദ ബ്രസ്റ്റ് ബോൺ. ദിസ് ഗ്ലാൻഡ് ഫെസിലിറ്റേറ്റ് ടി സെൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. ഒരാള് ബി സെൽസിന്റെയും ഒരാള് ടി സെൽസിന്റെയും ഡെവലപ്മെന്റിന് സഹായിക്കുന്നു. നെക്സ്റ്റ് സെക്കൻഡറി എന്ന് പറയുമ്പോൾ ലിംഫ് നോഡ്സ് വരുന്നുണ്ട്, സ്പ്ലീൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ മ്യൂക്കോസ അസോസിയേറ്റഡ് ആയിട്ടുള്ള ലിംഫോയിഡ് ടിഷ്യൂസുകളും വരുന്നുണ്ട്. അതിൽ ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ബീൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അതെന്ത് ചെയ്യുന്നു? ഫിൽറ്ററിങ് ലിംഫിനെ ഫിൽട്ടർ ചെയ്യാനും ആന്റിജൻസിനെ ട്രാപ്പ് ചെയ്യാനും. അത് അവിടെ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? സെക്കൻഡറിയിൽ വെച്ചിട്ടാണ് ഇമ്മ്യൂണോ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആന്റിജനെ ട്രാപ്പ് ചെയ്യാനുമാണ് അത് സഹായിക്കുന്നത്. ഇനി സ്പ്ലീൻ നോക്കാം. ദ ലാർജസ്റ്റ് ലിംഫോയിഡ് ഓർഗൻ ആണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നു, ഓൾഡർ ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു, ലിംഫോസൈറ്റുകളെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ക്ലിയർ ആയോ? ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എന്താണ്? നമ്മുടെ ബോഡിയിലെ ലിംഫിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്ലീൻ ലാർജസ്റ്റ് ലിംഫോയിഡ് ഓർഗൻ ആണ്. അപ്പൊ ഇനി അടുത്തൊരു എക്സാമ്പിൾ ചോദിക്കാം. ലാർജസ്റ്റ് ലിംഫോയിഡ് ഓർഗൻ ഏതെന്ന് ചോദിച്ചാൽ സെക്കൻഡറി ലിംഫോസൈറ്റിൽ വരുന്ന ഏതാണ്? നമ്മുടെ സ്പ്ലീൻ ആണ്. ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യാനായിട്ടാണ് അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി മാൾട്ടുണ്ട്, മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ, ഈ ടോൺസിൽസ്, അപ്പൻഡിക്സ്, പേയേഴ്സ് പാച്ചസ്, പ്രൊട്ടക്റ്റിംഗ് മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ ബോഡി അല്ലെ. മ്യൂക്കസ് മെംബ്രെയിൻസുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ബോഡി. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ആണ് അല്ലെ. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? തൈമസും ബോൺ മാരോയും ആണ്. ടോൺസിൽസ്, ലിംഫ് നോഡ്, അതുപോലെ തന്നെ അത് രണ്ടും എന്താണ്? സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ ആണ്. അവിടെ വെച്ചിട്ടാണ് ആക്ഷൻ നടക്കുന്നത്, അതായത് ഇമ്മ്യൂണോ റെസ്പോൺസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ആനുവൽ റിംഗ് ഫോം ഡ്യൂ ടു. ആനുവൽ റിംഗ് അല്ലെ, പ്ലാന്റ്സുകളിൽ ആനുവൽ റിംഗ് ഫോം ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ്? പ്രൈമറി ഗ്രോത്ത്, സെക്കൻഡറി ഗ്രോത്ത്, ഫോട്ടോട്രോപ്പിസം, ഗ്രാവിട്രോപ്പിസം. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആനുവൽ റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗ്രോത്ത് റിംഗ് ആണ്. ഈ ഗ്രോത്ത് റിംഗ് ഫോം ചെയ്യുന്നത് എന്തിന്റെ ആക്ടിവിറ്റി വഴിയാണ്? വാസ്കുലാർ കേമ്പിയം. പ്ലാന്റ്സിലെ വാസ്കുലാർ കേമ്പിയത്തിന്റെ ആക്ടിവിറ്റി കാരണമാണ് എന്ത് കിടക്കുന്നത്? ഈ നമ്മുടെ ആനുവൽ റിംഗ് ഫോം ചെയ്യുന്നത്. ഈ വാസ്കുലാർ കേമ്പിയത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഗിർത്ത്, വണ്ണം വെപ്പിക്കുക. പ്ലാന്റിനെ വണ്ണം വെപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിനെ എന്ത് വിളിക്കാം? സെക്കൻഡറി തിക്കനിങ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആനുവൽ റിംഗ് ഫോം ചെയ്യുന്നത് വാസ്കുലാർ കേമ്പിയം കാരണമാണ്. ഈ വാസ്കുലാർ കേമ്പിയത്തിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പ്ലാന്റ്സിന്റെ ഗിർത്ത് അങ്ങോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഗിർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് സെക്കൻഡറി ഗ്രോത്ത് ആണ്. സെക്കൻഡറി തിക്കനിങ് അഥവാ സെക്കൻഡറി ഗ്രോത്ത് ആണ്. നമുക്ക് ആൻസർ നോക്കാം. ആനുവൽ റിംഗ് എന്ന് പറയുന്നത് സെക്കൻഡറി ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ്. 5 നോക്കിയേ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ദ നമ്പർ ഓഫ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ഈസ് 3. 3 പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് ഹ്യൂമൻസിൽ ഉള്ളത് എന്ന് കറക്റ്റ് ആണോ? അല്ലല്ലേ. ഹ്യൂമൻസ് ആക്ച്വലി ഹാവ് 4 പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. 2 പെയർ വെച്ചിട്ട് 4 പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് ആർക്കുള്ളത്? നമ്മൾ ഹ്യൂമൻസിനുള്ളത്. സോ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ഇറ്റ്സ് റോങ്. 3 അല്ല, നമുക്ക് 4 ഉണ്ട്, അതായത് 2 പെയർ വെച്ചിട്ടാണ് ഉള്ളത്. നെക്സ്റ്റ്, ദ പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് തൈമോസിൻ. തൈമോസിനെ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? പീനിയൽ ഗ്ലാൻഡ് ആണോ? അല്ല. തൈമോസിൻ ഹോർമോൺ ഈസ് സെക്രീറ്റഡ് ബൈ തൈമസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ പീനിയൽ ഗ്ലാൻഡിന്റെ സെക്രീഷൻ എന്താ? മെലാറ്റോണിൻ ആണല്ലേ. നമ്മുടെ റിതം, നമ്മുടെ ബോഡി ക്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്ന മെലാറ്റോണിൻ അല്ലേ, സ്ലീപ്പ് വേക്കപ്പ് സൈക്കിൾസിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന മെലാറ്റോണിനെയാണ് പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തൈമോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈമസ് ഗ്ലാൻഡ് ആണ്. അപ്പൊ അതും എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി കോർട്ടിസോൾ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ഹോർമോൺ ആണ്. ആണോ? അല്ല, കൊളസ്ട്രോൾ ആണല്ലേ. സോ അതെന്താണെന്ന് നമുക്ക് പറയാം? സ്റ്റിറോയിഡ് ആണ്. ഒരിക്കലും എന്തല്ല? പ്രോട്ടീൻ ഹോർമോൺസ് അല്ല, സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ്. സോ ദാറ്റ് വൺ ഓൾസോ റോങ്.
The thyroid gland is composed of follicles and stromal tissues. അത് കറക്റ്റാ. തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, അതിന്റെ ഓരോ ലോബും മേഡ് ചെയ്തിട്ടിരിക്കുന്നത് ഫോളിക്കിൾസ് കൊണ്ടും അതേപോലെ തന്നെ സ്ട്രോമൽ ടിഷ്യൂസ് കൊണ്ടുമാണ്. അപ്പൊ നമ്മുടെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ഡി മാത്രമാണ് എന്തെന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ബാക്കി സ്റ്റേറ്റ്മെന്റുകളൊക്കെ എന്താണ്, വ്രോങ് ആണ്. കാരണം മനസ്സിലായോ, നമ്പർ ഓഫ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഹ്യൂമൻസ് 3 അല്ല 2 pairs 4 വരുന്നുണ്ട്. പീനിയൽ ഗ്ലാൻഡ് ഒരിക്കലും തൈമോസിനെ അല്ല സെക്രീറ്റ് ചെയ്യുന്നത്, മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. കോർട്ടിസോള് പ്രോട്ടീൻ ഹോർമോൺ അല്ല, സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ്. ആൻഡ് ഫൈനലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, the thyroid gland is composed of follicles and stromal tissue. So 6th ലേക്ക് പോകാം. Again നമ്മളോട് ചോദിച്ചിട്ടുള്ളത് which of the following best describe collateral vascular bundle in dicot stem. ഡൈക്കോട്ട് സ്റ്റെമ്മിലെ കൊളാറ്ററൽ വാസ്കുലാർ ബണ്ടിലിനെ കുറിച്ചിട്ട് വിശദീകരിക്കുന്നത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മള് ഡൈക്കോട്ടിനെ നോക്കുകയാണെങ്കിൽ വാസ്കുലാർ ബണ്ടില് കൺജോയിന്റ്, കൊലാറ്ററൽ, ഓപ്പൺ. നമ്മള് സ്റ്റെമ്മില് ഡൈക്കോട്ട് സ്റ്റെം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ വാസ്കുലാർ ബണ്ടിൽസിനെ നമ്മൾ 3 ടേംസ് വെച്ചിട്ട് പറയാം. എന്തൊക്കെയാണ്? കൺജോയിന്റ് ആണ്, കൊളാറ്ററൽ ആണ്, ഓപ്പൺ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കൺജോയിന്റ് അല്ലേ, സോറി കൊളാറ്ററൽ ആണ്. കൊളാറ്ററലിനെ കുറിച്ച് പറയുന്നതിൽ കറക്റ്റ് ആയിട്ട് ഡൈക്കോട്ടിലെ സ്റ്റെം എടുക്കുകയാണെങ്കിൽ അതിലെ വാസ്കുലാർ കീമിയം കൺജോയിന്റ്, കൊളാറ്ററൽ, ഓപ്പൺ. എന്താണ് ഈ 3 ടേമും നോക്കാം. കൺജോയിന്റ് എന്ന് പറഞ്ഞാല് സൈലം ഫ്ലോയം ആർ ജോയിന്റ് ടുഗദർ ഇൻ ഈ സെയിം ബണ്ടിൽ അല്ലെ. സൈലം ഫ്ലോയം എന്താണ്, സെയിം ബണ്ടിലായിട്ട് കാണപ്പെടുന്നതാണ് കൺജോയിന്റ്. ജോയിന്റ് ആണ്, 2 സെപ്പറേറ്റ് അല്ല, സെയിം ബണ്ടിൽസിലായിട്ടാണ് കാണപ്പെടുന്നത്. കൊലാറ്ററൽ എന്ന് പറയുന്നത് ഫ്ലോയം ഈസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ്. ഫ്ലോയം എക്സ്റ്റേണലിയും ആൻഡ് സൈലം ഇന്റേണലിയും സെയിം റേഡിയസിൽ തന്നെ ഫ്ലോയം എക്സ്റ്റേണലി PI, ഫ്ലോയം എക്സ്റ്റേണലി, സൈലം എന്താണ് ഇൻ, സൈലം ഇന്നും ഫ്ലോയം എക്സ്റ്റേണലി PE ആട്ടോ, സൈലം എക്സ്റ്റേണലിയും ആണ് കാണപ്പെടുന്നത്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം there is cambium present അല്ലെ. സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ cambium present ആണെങ്കിൽ that is known as open. അപ്പം ഒരു ഡൈക്കോട്ട് സ്റ്റെം എടുക്കുകയാണ് എങ്കിൽ അതിലെ വാസ്കുലാർ ബണ്ടിൽസിനെ നമ്മൾ കൺജോയിന്റ്, കൊലാറ്ററൽ, ഓപ്പൺ ഈ 3 ടേംസ് വെച്ചിട്ടാണ് പറയുന്നത്. കൺജോയിന്റ് എന്ന് പറഞ്ഞാൽ സൈലവും ഫ്ലോയവും എന്ത് ചെയ്യുന്നു, ജോയിൻ ടുഗദർ ഇൻ സെയിം റേഡിയസ് സെയിം ബണ്ടിൽ ഒരുമിച്ചാണ് കാണപ്പെടുന്നത്. കൊലാറ്ററൽ എന്ന് പറയുമ്പോൾ ഫ്ലോയം എന്താണ്, ഔട്ട്സൈഡിലേക്കും സൈലം ഇൻസൈഡിലേക്കുമായിരിക്കും പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം there is എന്ത് പ്രസന്റ് ആണ്, cambium പ്രസന്റ് ആണ്. സോ ഫീച്ചേഴ്സ് നോക്കിയേ, ഡൈക്കോട്ടില് cambium ഉണ്ട്, അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മെയിൻ ആയിട്ട് ഓപ്പൺ എന്ന് വിളിക്കുന്നത്. എന്നാൽ മോണോകോട്ടിലേക്ക് വരുമ്പോൾ എന്താണ്, ആബ്സെന്റ് ആണ്. അറേഞ്ച്മെന്റ് ഇവിടെ ഡൈക്കോട്ടിൽ റിംഗ് ലൈക്ക് ആണ്, മോണോകോട്ടിൽ വാസ്കുലാർ ബണ്ടിൽ സ്കാറ്റർ ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയപ്പം ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കൊലാറ്ററലിനെ കുറിച്ചിട്ടുള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നായിരുന്നു. കൺജോയിന്റും ചോദിച്ചില്ല, ഓപ്പണും ചോദിച്ചിട്ടില്ല, കൊളാറ്ററൽ. അപ്പൊ കൊളാറ്ററൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കോഡ് പറഞ്ഞതേ ഉള്ളൂ. ഫ്ലോയം എക്സ്റ്റേണലി, സൈലം ഇന്റേണലി ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ നോക്കാം. സൈലം ആൻഡ് ഫ്ലോയം ആർ അറേഞ്ച്ഡ് ഓൺ ഓൾട്ടർനേറ്റ് റേഡിയസ്, wrong. ഫ്ലോയം കംപ്ലീറ്റ്ലി സറൗണ്ടഡ് സൈലം, wrong. സൈലം എക്സ്റ്റേണൽ, ഫ്ലോയം ഇന്റേണൽ ആണോ, അല്ല, ഇതും wrong. സോ നോക്കിയേ, സൈലം ഇന്റേണലി, ഫ്ലോയം എക്സ്റ്റേണലി വിത്ത് cambium in between. ഇതിനിടയിലായിട്ട് എന്തുണ്ട്, ഓപ്പൺ ആയതുകൊണ്ട് തന്നെ cambium പ്രസന്റുമാണ്. കറക്റ്റ് അല്ലേ? മനസ്സിലായോ ആ ഒരു കാര്യം? സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഇനി ഗുഹ ആൻഡ് മഹേശ്വരി അല്ലെ, ഗുഹ ആൻഡ് മഹേശ്വരി അറ്റംപ്റ്റ് ആന്തർ കൾച്ചർ. ആന്തർ കൾച്ചർ അറിയാലോ, ഹാപ്ലോയിഡ് കൾച്ചർ എന്ന് പറയുന്ന ആന്തർ കൾച്ചർ. അത് അവർ അറ്റംപ്റ്റ് ചെയ്ത പ്ലാന്റ് ഏത് എന്നല്ലേ. പ്ലാന്റ് ഏത് പ്ലാന്റിലാണ് ഗുഹി മഹേശ്വരി എന്ത് ചെയ്തത്, ഈ ഒരു ആന്തർ കൾച്ചർ ചെയ്തിട്ടുള്ളത് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നോക്കിയേ, ഡെറ്റ്യൂര, ഒറൈസ, സൊലാനം,
ട്രിറ്റിക്കം. ഇതിൽ ഏത് പ്ലാന്റിലാണ് ഇവർ ഈ ആന്തർ കൾച്ചർ ചെയ്തത്? ഇനി ഐഡിയ, എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? അതായത് ഇൻ 1964 1964 എന്ത് ചെയ്തു? നമ്മുടെ ഗുഹയും അതേപോലെ തന്നെ മഹേശ്വരി അല്ലെ, ചന്ദ്ര മഹേശ്വരി എന്ന് പറയുന്ന സയന്റിസ്റ്റും കൂടി ചേർന്ന്, സതീഷ് ചന്ദ്ര മഹേശ്വരി എന്ന് പറയുന്ന സയന്റിസ്റ്റ് കൂടി ചേർന്നിട്ട് ഹാപ്ലോയിഡ് പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്തു. ഹാപ്ലോയിഡ് പ്ലാന്റ്സിനെ എവിടെ നിന്ന്? പോളൻ ഗ്രെയിൻസിൽ നിന്നല്ലേ, പോളൻ ഗ്രെയിൻസിൽ നിന്നും ഹാപ്ലോയിഡ് പ്ലാന്റുകളെ പ്രൊഡ്യൂസ് ചെയ്തു. ഇതിനായിട്ട് അവർ യൂസ് ചെയ്ത പ്ലാന്റ് ആണ് നമ്മുടെ ഡെറ്റ്യൂറ എന്ന് പറയുന്നത്. അതായത് അവർ എന്ത് ചെയ്തു? ആന്തേഴ്സിനെ, നമ്മുടെ പോളനിലെ ആന്തറിനെ ഒരു ന്യൂട്രിയൻ മീഡിയത്തില് കൾച്ചർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അതിൽ നിന്നും വിച്ച് ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹാപ്ലോയിഡ് പ്ലാന്റ് ഫ്രം മെയിൽ ഗമീറ്റോഫൈറ്റ്. അപ്പൊ ഈ ഒരു മെയിൽ ഗമീറ്റോഫൈറ്റിൽ നിന്നും എന്ത് ചെയ്തു? ഒരു ഹോൾ പ്ലാന്റിനെ അവരെ സിന്തസൈസ് ചെയ്തെടുത്തു. അതിനുവേണ്ടി അവർ ചൂസ് ചെയ്ത പ്ലാന്റ് ആണ് ഡെറ്റ്യൂറ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലാന്റുകളിൽ, ഹാപ്ലോയിഡ് പ്ലാന്റ്സിൽ എന്ത് മാത്രമേ കാണൂ? 1 സെറ്റ് ഓഫ് ക്രോമോസോംസ് മാത്രമേ കാണൂ അല്ലെ. കാരണം അവിടെ എന്തില്ല? ഫ്യൂഷൻ നടന്നില്ല. നമ്മൾ ആന്തർ മെയിൽ ഗമീറ്റിനെ മാത്രമാണ് അവിടെ ചൂസ് ചെയ്തത്, ഫിമെയിലിനെ ചൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നടക്കുകയില്ല? ഫുൾ സെറ്റ് ഓഫ് ക്രോമോസോം നമ്പർ കാണുകയില്ല. ക്ലിയർ ആയോ? ഗുഹയും മഹേശ്വരിയും അക്സെപ്റ്റ് ചെയ്തത് ഡെറ്റ്യൂറ എന്ന് പറയുന്ന പ്ലാന്റിലാണ് ആന്തർ കൾച്ചർ അഥവാ ഹാപ്ലോയിഡ് കൾച്ചർ ഇനിഷ്യേറ്റ് ചെയ്തത്. ദ പ്രൊജക്ഷൻ ഇൻ റീനൽ പെൽവിസ്. റീനൽ പെൽവിസിലെ പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേര് എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റീനൽ പെൽവിസിലെ പ്രൊജക്ഷനെ വിളിക്കുന്ന പേര്. സോ ഇൻസൈഡ് കിഡ്നി, ഈ റീനൽ പെൽവിസ് ഒക്കെ എവിടുത്തെ ഭാഗമാണെന്ന് അറിയാലോ അല്ലെ. കിഡ്നിയിൽ എന്തുണ്ട്? ദ റീനൽ പെൽവിസ് എന്ന് പറയുന്നത് ഒരു ഫണൽ ഷേപ്ഡ് സ്പേസ് ആണ്. ദ പെൽവിസ് ബോട്ട് കപ്പ് ലൈക്ക് പ്രൊജക്ഷൻസ്, അതിനകത്ത് കാണപ്പെടുന്ന കപ്പ് ലൈക്ക് പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാലൈസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ കിഡ്നി എടുക്കുക, കിഡ്നിയിൽ എന്തുണ്ട്? റീനൽ പെൽവിസ് എന്ന് പറയുന്നത് ഒരു ഫണല് പോലെ ഇരിക്കുന്ന ഭാഗമാണ്. റീനൽ പെൽവിസ് ഈസ് എ ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. The pelvis have broad cup-like projections called എന്താണ്? കാലൈസസ് എന്ന് നമുക്ക് വിളിക്കാം. ഇപ്പൊ ഈ റീനൽ പെൽവിസ് എന്ന് പറയുന്നത് കിഡ്നിയുടെ സെന്റർ ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ഇൻസൈഡ് ഹിലിയ, കിഡ്നിയുടെ സെന്റർ ഭാഗത്ത് ഹിലിയത്തിന്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? റീനൽ പെൽവിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? റീനൽ പെൽവിസ് എന്ന് പറയുന്നത് കിഡ്നിയുടെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ്. അപ്പൊ ഈ ഒരു പ്രൊജക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു പ്രൊജക്ഷനെ വിളിക്കുന്ന ആ ഒരു പേരാണ് കാലൈസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ റീനൽ പെൽവിസ് എന്ന് പറഞ്ഞാൽ ഫണൽ ഷേപ്ഡ് സ്പേസ് ആണ്. ഈ ഫണൽ ഷേപ്ഡ് സ്പേസസിലായിട്ട് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? ഒരു ബ്രോഡ് കപ്പ് ലൈക്ക് പ്രൊജക്ഷൻസ് കാണാം. ആ കപ്പ് ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് കാലൈസസ് എന്ന് പറയുന്നത്. ഈ പെൽവിസ് ഹിലിയത്തിന്റെയും ഉള്ളിലായിട്ടാണ് ശരിക്കും കാണപ്പെടുന്നത്. നെക്സ്റ്റ്, ഡാഷ് ഈസ് നോട്ട് ആൻ എഫക്റ്റ് ഓഫ് സോയിൽ പൊല്യൂഷൻ. പലർക്കും പല രീതിയിലുള്ള ആൻസേഴ്സ് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഏറ്റവും അധികം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എന്നാൽ വളരെയധികം ട്രിക്കി കൺഫ്യൂസിങ് ആയിട്ട് പലർക്കും തോന്നിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് നോട്ട് ആൻ എഫക്റ്റ് ഓഫ് സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷന്റെ എഫക്റ്റ് അല്ലാത്തത് ഏത് എന്നുള്ളത്. ആസിഡ് റെയിൻ, ഡീഫോറസ്റ്റേഷൻ, ലോസ് ഓഫ് ഫെർട്ടിലിറ്റി, സോയിൽ ഇറോഷൻ. അപ്പൊ നമുക്ക് നോക്കാം. സോയിൽ പൊല്യൂഷന്റെ എഫക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോയിൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോയിലിന്റെ ഡിസൈറബിൾ ആയിട്ടുള്ള ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരുന്നതാണ് മാലിന്യങ്ങൾ കൊണ്ട്. സോ ഈ ഒരു സോയിൽ പൊല്യൂഷന്റെ എഫക്റ്റ് അല്ലാത്തതാണ്, നോട്ടാ ചോദിച്ചിരിക്കുന്നത്. സോ സോയിൽ പൊല്യൂഷന്റെ എഫക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? സോയിലിന്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. സോയിലിന്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുമ്പോൾ എന്ത് പറ്റും? ഡിഫോറസ്റ്റേഷൻ, അല്ലെങ്കിൽ പ്ലാന്റ്സുകൾ എന്താവില്ല, നമുക്ക് പറ്റില്ല അല്ലേ, റിമൂവൽ നടക്കും. ദെൻ സോയിൽ ഇറോഷൻ ഉണ്ടാവും. ഡിഫോറസ്റ്റേഷൻ നടക്കുമ്പം സോയിൽ ഇറോഷനും ഉണ്ടാവും. എന്നാൽ ആസിഡ് റെയിനോ? ആസിഡ് റെയിൻ ഈ സോയിൽ പൊല്യൂഷനുമായിട്ടല്ല ബന്ധം. എന്തുമായിട്ടാണ് ബന്ധം? എയർ പൊല്യൂഷനുമായിട്ടാണ് ബന്ധം. ക്ലിയർ ആയോ? സോ എയർ പൊല്യൂഷന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അതൊരിക്കലും സോയിൽ പൊല്യൂഷന്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ല. സോ 9ാമത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
പത്താമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫംഗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഫംഗസ് റീപ്രൊഡ്യൂസ് അസെക്ഷുവലി ത്രൂ ദ ഫോർമേഷൻ ഓഫ് കൊനീഡിയ? കൊനീഡിയയുടെ ഫോർമേഷൻ അല്ലെങ്കിൽ കൊനീഡിയ സ്പോർസ് വഴി അസെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗസ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. റൈസോപ്പസ്, മ്യൂക്കർ, പെൻസീലിയം, ആൽബുഗോ എന്നൊക്കെ ഉള്ളത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആരാണ്? പെൻസീലിയം ആണ്. പെൻസീലിയം എന്ന് പറഞ്ഞാൽ ഏത് കാറ്റഗറിയാണ്? ഫംഗസ് നമുക്കറിയാലേ 4 കാറ്റഗറീസ് ഉണ്ട്. അതിൽ ആസ്കോമൈസീറ്റസ് വിഭാഗത്തിൽ പെടുന്ന ഫംഗസ് ആണ് പെനിസീലിയം എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യുന്നു? അസെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന സ്പോറിന്റെ പേരാണ് കൊനീഡിയ എന്ന് പറയുന്നത്. ഈ കൊനീഡിയ എക്സോജീനസ്ലി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഔട്ട്സൈഡ് ആണ്, പുറത്തേക്കാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അത് ടിപ്പ് ഓഫ് അല്ലെ ഹൈഫേസ് ഉണ്ടെങ്കിൽ ഹൈഫയുടെ ടിപ്പുകളിലായിട്ട് ഇങ്ങനെയാണ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കൊനീഡിയനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ കൊനീഡിയ വഴി അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ഫംഗസ് ഏത് എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യന്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആസ്കോമൈസീറ്റസ് വിഭാഗത്തിൽ പെടുന്ന പെൻസീലിയം ആണ് എന്തുവഴി റീപ്രൊഡക്ഷൻ നടക്കുന്നത്? ഈ ഒരു കൊനീഡിയ വഴിയിട്ട് റീപ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പൊ കൊനീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സോജീനസ്ലി ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കൊനീഡിയയുടെ പ്രത്യേകത നോക്കാം. നോൺ മോട്ടൈൽ സ്പോർസ് ആണ്, മൂവ് ചെയ്യില്ല അല്ലെ, നോൺ മോട്ടൈൽ ആണ്. Unlike other fungi that produce spores inside a sac, conidia are formed the tip of branch-like structures. ബാക്കിയുള്ള സ്പോർസ് ഒക്കെ എന്താണ്? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറുകൾ ഉണ്ടല്ലേ, അതിന്റെ ഉള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ കൊനീഡിയ മാത്രം എന്താണ്? പുറത്തേക്ക്, നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ബ്രാഞ്ചിന് പുറത്തേക്ക് ഇങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് മെച്ചുർ ആവുന്ന സമയത്ത് കാറ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്പേഴ്സ് ആവുന്നത്. റൈസോപ്പസും മ്യൂക്കറും ബാക്കിയുള്ള ഓപ്ഷൻ ആട്ടോ ഫൈക്കോമൈസീറ്റസിൽ ഉൾപ്പെടുന്നതാണ്. അതിൽ എന്താണ്? ഇൻസൈഡ് ആയിട്ട് നമ്മുടെ എന്താ പറയേണ്ടത്? സ്പൊറാഞ്ചിയത്തിനുള്ളിലാണ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൽബുഗോ ആണെങ്കിൽ ഒന്നെങ്കിൽ സൂസ്പോസ് വഴിയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്ലിയർ ആയോ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫംഗസ് റീപ്രൊഡ്യൂസ് അസെക്ഷുവലി ത്രൂ ദ ഫോർമേഷൻ ഓഫ് കൊനീഡിയ. കൊനീഡിയ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗസ് ഏത് എന്നാണ്. ആസ്കോമൈസീറ്റസ് വിഭാഗത്തിൽ പെടുന്ന പെനിസീലിയം ആണ്. ഈ ഒരു സ്പോറിന്റെ പ്രത്യേകത എന്താ? നോൺ മോട്ടൈൽ ആണ്, എക്സോജീനസ്ലി പുറത്തേക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെച്ചുർ ആയി കഴിയുമ്പോൾ വിൻഡു വഴിയാണ് ഡിസ്പേഴ്സ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഫംഗസുകളൊക്കെ എൻഡോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസ് വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പെനിസീലിയം ആണ്. അപ്പം നമ്മൾ ഇന്ന് 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.